ഹരി ഓം. മനോജിയും ഗിരിവനൻജിയും രാജേന്ദ്ര സ്വാമികളും അന്വേഷണം എന്തിന് എന്നുള്ള വിഷയത്തെപ്പറ്റി ഗഹനമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് അതിലൊരു ആഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഗിരിവനംജി പറഞ്ഞ ഒരു വാക്ക് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അന്വേഷണം എന്നുള്ളത് സഹജമാണെന്ന് പറഞ്ഞു, നമ്മളിൽ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻബിൽഡാണ്, നമ്മളൊന്ന് ആഡ് ചെയ്ത് ചേർത്തതോ ഒന്നുമല്ല, അത് നമ്മളിൽ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ സഹജമായ ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുന്നോ ഇല്ലയെന്ന് നമ്മളൊന്ന് അതിനെ നിരീക്ഷിക്കണമെന്നാണ്, അത് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ സഹജമായ ആ ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷെ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അജ്ഞത. ആ അജ്ഞത അവിടെ വരാൻ കാര്യം എന്താണ്? മനസ്സിൻ്റെ പ്രബലത അവിടെ കൂടിയിരിക്കുന്നു എന്നാണ്. മനസ്സിൻ്റെ പ്രബലത കൂടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് അന്വേഷണവും അല്ലെങ്കിൽ അന്വേഷണം എന്തിന് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് വിശ്വാസി എന്ന് പറയുന്ന ഒരവസ്ഥ. വിശ്വാസി, ഞാൻ ഈശ്വര വിശ്വാസമുള്ള ഒരാളാണ് എന്ന് പറയും. ഈശ്വര വിശ്വാസം. അപ്പോൾ ഈശ്വര വിശ്വാസമുള്ള ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ ഓൾറെഡി വിശ്വസിച്ച് കഴിഞ്ഞു, ഇനി അഡീഷണലായിട്ടൊന്നും വിശ്വസിക്കാൻ അവിടെ ഇല്ല. വിശ്വാസം വന്നു കഴിഞ്ഞല്ലോ, ഇനി ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം അവിടെ ഉണ്ടാകുകയാണ്. കാര്യം വിശ്വസിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ ബുദ്ധിമാനാണെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാലോ പിന്നെ ബുദ്ധി ഉണ്ടാകില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരം പോലെയാണ്. അപ്പോൾ അതുപോലെ അന്വേഷണം എന്ന് പറയുന്ന ഒരവസ്ഥ വരണമെങ്കിൽ ആ വിശ്വാസി എന്ന് പറയുന്ന തലത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലോട്ട് അവൻ പരിണമിക്കണം. രാജേന്ദ്രസ്വാമി നേരത്തെ പറഞ്ഞതുപോലെ രത്നാകരയിൽ നിന്ന് വാൽമീകിയിലോട്ട്, അപ്പോൾ അവിടെ ഒരു അന്വേഷണം എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. രത്നാകരനായിരുന്ന സമയത്ത് എത്രയോ വർഷക്കാലം രത്നാകരനായിരുന്നെങ്കിൽ എന്താണ് അർത്ഥം? അതിലവൻ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ആ വിശ്വാസം പൊളിഞ്ഞു അന്വേഷണം തുടങ്ങിയപ്പോൾ. അപ്പോഴാണ് വാൽമീകി എന്നുള്ള ഒരു തലത്തിലോട്ട് പരിണമിക്കപ്പെട്ടത്. മനോജി പറഞ്ഞ ഇതിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞു. നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത് അത് നമ്മളെ തേടി വരും എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മളിൽ സഹജമായി നിൽക്കുന്ന ഒരു അന്വേഷണം അതവിടെ വർക്ക് ചെയ്യുന്നു നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അപ്പോൾ വിശ്വാസി, അന്വേഷി, ആ അന്വേഷണത്തിൽ നിന്ന് പിന്നെ അടുത്തൊരു ഘട്ടത്തിലോട്ട് പോകണം. അവിടെയാണ് നിരീക്ഷണം. എന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്. ആ നിരീക്ഷണത്തിലാണ് എല്ലാ അറിവും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ അന്വേഷണം എന്തിന് എന്നുള്ളൊരു ചോദ്യം വരും. അന്വേഷണം എന്തിന്? അത് പറയുമ്പോൾ നമുക്ക് ചെറിയ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കാം. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തെ, ഒരു ഗ്രന്ഥത്തെ പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടക്കില്ല. ആ ഗ്രന്ഥത്തിൽ എന്താണോ പറയുന്നത് അതിനകത്ത് നിൽക്കും, അല്ലെങ്കിൽ അതിനകത്തെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രന്ഥത്തിൽ നിന്ന് പുറത്തോട്ട് അന്വേഷണം വരില്ല. അപ്പോൾ ഒരു ഗ്രന്ഥത്തിലൊരു പുഴു ഉണ്ടെങ്കിലോ, ഈ പേപ്പർ കഴിക്കുന്ന പുഴു ആ ഗ്രന്ഥത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമോ? ഇല്ലല്ലോ, അതിൽ തന്നെ കിടന്ന് കറങ്ങും. അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് ചാടണമെന്നാണ് അന്വേഷണത്തിൻ്റെ വഴികളാണ്. ആ ഗ്രന്ഥത്തിനകത്തൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിലൊതുങ്ങരുതെന്നാണ്. അവൻ്റെ ബുദ്ധി അതിൽ കുടുങ്ങരുതെന്നാണ്, അവിടെ നിന്ന് പുറത്തോട്ട് ചാടുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വാൽമീകി ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം മനോഹരമായൊരു ഗ്രന്ഥം രചിച്ചു. അപ്പം സ്വയം അവനവനെ തന്നെ ഒരു ഗ്രന്ഥമാക്കിയിട്ടുണ്ടാവാം, അല്ലെ പ്രകൃതിയെ ഗ്രന്ഥമാക്കിയിട്ടുണ്ടാകാം. ആ രീതിയിലായിരിക്കാം ആ അന്വേഷണ ബുദ്ധി അയാളെ അങ്ങ് അപ്പുറത്തോട്ട് എത്തിച്ചത്. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് പുറത്തോട്ട് ചാടണം.
ഏത് തരം ഗ്രന്ഥത്തിൽ നിന്നും പുറത്തോട്ട് ചാടണം. അത് അന്വേഷണത്തിൻ്റെ ഒരു പടിയാണ്. രണ്ടാമത്, എന്താണോ പിന്തുടരുന്നത് അതിനെ പിന്തുടരാതിരിക്കണം. അതും അന്വേഷണം അവന് നൽകുന്ന ശക്തിയാണ്. 3, ഗുരുവിനെ അനുസരിക്കാതിരിക്കണം. അതും ഒരു അന്വേഷണത്തിൻ്റെ ശരിയായ ദിശയാണത്. എന്നുവെച്ചാൽ അവിടെ അഹന്ത കൊണ്ട് അനുസരിക്കാതിരിക്കലല്ല, ആ സത്യത്തെ തേടുന്നത് കാരണം അടുത്ത പടിയിലോട്ട് ഇങ്ങനെ ചാടുന്ന ഒരവസ്ഥയാണ് അതെല്ലാം. അതാണ് ഇത് കൺഫ്യൂഷൻ ആകരുതെന്ന് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ അവനവനെ സ്വയം കാണാനുള്ള ധൈര്യമാണ് അന്വേഷണം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിരീക്ഷണം വരും, ഇതെല്ലാം പറയും. കണക്റ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇന്ന് ഡിസംബർ 21 ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. ഇപ്പോൾ ലോക ധ്യാന ദിനമാണ്. ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? അവനവനെ തിരിച്ചറിയലാണ്. അപ്പോൾ അവിടെ ഒരു അന്വേഷണം വന്നില്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഈ അന്വേഷണം നമ്മളിൽ ഉണ്ടാകുന്നു, നേരത്തെ പറഞ്ഞല്ലോ സഹജമാണെന്ന് പറഞ്ഞു, സഹജമായ ഒന്ന് നമ്മളിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, മനസ്സ് പ്രബലമായി നിൽക്കുന്ന സമയത്ത് അത് അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണം എന്തിന് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു കഥ പറയാം. ഇത് മെഡിറ്റേഷൻ ഡേയും ആണല്ലോ, അപ്പോൾ ധ്യാനത്തെ പറ്റി കണക്ട് ചെയ്തിരുന്നൊരു കഥ പറയാം. 4 സുഹൃത്തുക്കൾ, ഇവർ 4 മേഖലയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ചിന്തിച്ചു, നമുക്ക് കൂട്ടത്തോടെ ഇരുന്ന് ഒന്ന് ധ്യാനിക്കാം, 4 പേരും കൂട്ടത്തോടെ ധ്യാനിക്കാം. അപ്പോൾ അതിന് പറ്റിയ ഇടം എവിടെയാണ് എന്ന് ചിന്തിച്ചു. അപ്പോഴങ്ങനെ ആലോചിച്ചപ്പോൾ ഇവരുടെ മനസ്സിൽ തോന്നിയത് വേറെ ആരും ശല്യപ്പെടുത്താൻ വരാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഉയർന്ന ഒരു മലയുടെ മുകളിലോ ഗുഹയിലോ എവിടെയെങ്കിലും നമുക്ക് ചെന്നിരുന്ന് ധ്യാനിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ മലയുടെ മുകളിൽ ചെന്നിട്ട് ധ്യാനിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു സജഷൻ വന്നു, വെറുതെ ധ്യാനിക്കണ്ട, മൗനത്തിൽ കൂടി ഇരുന്നുള്ള ധ്യാനം ചെയ്യാം. അപ്പോൾ അതാണ് കുറച്ചുകൂടി പവർഫുൾ. നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ, മൗന ധ്യാനം ചെയ്യാം. അങ്ങനെ മൗനത്തിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ദിവസവും കാൽക്കുലേറ്റ് ചെയ്തു. 10 ഡേയ്സോ 21 ഡേയ്സോ അങ്ങനെ ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മലയുടെ മുകളിൽ പോയി ഗുഹയിൽ 4 പേരും റൗണ്ട് ചെയ്തിരുന്നിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം കുഴപ്പമില്ലാതെ ഇരുന്ന് ധ്യാനിച്ചു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ ഇതിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ മുറിയിലുള്ള ഫാന് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇനി 21 ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു പോകത്തുള്ളൂ. ഈ 21 ദിവസവും ഈ ഫാൻ കിടന്ന് കറങ്ങും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേറെ ആളില്ല, അദ്ദേഹം മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഫാന് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ അറിയാതെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഫാന് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ ആ ഫാനിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഫാനൊന്നും പറ്റിയില്ലെങ്കിലോ കറണ്ട് ബില്ല് എന്തായിരിക്കും? 2 നഷ്ടമാണ്. അപ്പോൾ 2ാമത്തെ ഒരാൾ പറഞ്ഞു, അത് നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടിട്ട് 3ാമത്തെ ആൾ പറഞ്ഞു, നിങ്ങൾ 2 പേര് സംസാരിച്ച് കഴിഞ്ഞു. എൻ്റെ അവൻ പറയുന്നതിന് കേട്ട് നീ എന്തിനതിന് താളം തുള്ളാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ മൗനവ്രതം ഭേദിക്കാതിരിക്കുന്നത് ഞാൻ മാത്രമാണ്. അപ്പോൾ അവരവിടെ ഇത്രയും ദിവസം 21 ദിവസം മൗനത്തിരിക്കണമെന്നും മലയുടെ മുകളിൽ പോകണമെന്നും ഇത്രയും പ്രയത്നം ചെയ്ത് അവിടെ വന്ന് ഇരുന്നവർ
ഈ മാലപ്പടക്കം പൊട്ടും പോലെയാണ്. ഒരാൾ പൊട്ടിയപ്പോൾ അടുത്ത ആളെല്ലാം പൊട്ടി പൊട്ടി മൊത്തത്തിൽ പൊട്ടി. അപ്പോൾ ഇവിടെ ആരാണ് തടസ്സം വന്നത്? മനസ്സാണ്. ഈ മനസ്സിനാണ് എന്ത് ഡ്യൂട്ടി കൊടുക്കേണ്ടത്? അന്വേഷിക്കാനുള്ള ഡ്യൂട്ടി കൊടുക്കേണ്ടത്. അവന് ജോലി കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തിനാണ് അന്വേഷിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു. ഇനി എവിടെയാണ് അന്വേഷണം നിന്നു പോകുന്നതെന്നുള്ളതും കൂടി തിരിച്ചറിയണം. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ചിന്തിച്ചാലോ അവിടെ അന്വേഷണം നിൽക്കും. സത്യം ഇതാണ് എന്ന് ആദ്യമേ അങ്ങ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താലോ അപ്പോഴും അന്വേഷണം അവിടെ നിൽക്കും. ഞാൻ അന്വേഷിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കംഫർട്ട് സ്റ്റേഷൻ ഞാൻ വിട്ട് കളയണമല്ലോ എന്ന് ചിന്തിച്ചാലോ അപ്പോഴും അന്വേഷണം നിൽക്കും. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് നിസ്സാരമായി കാണാതെ വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ലാസ്റ്റ് ഒരു പോയിൻ്റ് പറഞ്ഞത് നിർത്താം. അന്വേഷിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ ജീവിക്കുന്നത് ശീലങ്ങളിലാണോ അതോ ബോധത്തിലാണോ? ശീലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാണ് ഞാൻ ജീവിക്കുന്നത്, ബോധത്തിലല്ല. മനസ്സിൽ ചിലപ്പോൾ ബോധത്തെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടാവാം, പക്ഷെ ബോധത്തിലല്ല, ശീലങ്ങളിലാണ്. അപ്പം എല്ലാതര ബന്ധങ്ങളിൽ നിന്നും വിമുക്തിയായി മുക്തി നേടി ശരിയായ സ്വാതന്ത്ര്യം അറിയുവാൻ വേണ്ടിയിട്ടാവണം എല്ലാതര അന്വേഷണങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.